ഇന്ന് പല കുടുംബത്തിലും രക്ഷിതാക്കളുടെ വാശി കൊണ്ടും ഈഗോ കൊണ്ടും ഒരുപാട് കുടുംബങ്ങൾ നശിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിച്ചില്ലേ, എന്റെ മോനെ കൊണ്ട് ഞാൻ ചെലവിന് വന്നിച്ചില്ലേ എന്നൊക്കെ പറയുമ്പം ഈ അടുത്ത ദിവസം സൗദി അറേബ്യയിലെ ലജ്നത്തുദ്ദാഇയുടെ ഒരു ഫത്വയുണ്ട്. ഓരോ രക്ഷിതാക്കളെയും നോക്കേണ്ടത് മക്കളാ, മരുക്കളല്ല എന്നുള്ളത്. ആ കോട്ടിങ്സ് എടുത്തിട്ട് ഫത്വ എടുത്തിട്ട് പല മരുക്കളും തന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഭാര്യനെ നോക്കാം, അല്ലെങ്കിൽ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാ, ആ നിർബന്ധമില്ലാത്ത നിലക്ക് ആ ഉമ്മാനെ നോക്കാൻ ഭാര്യക്ക് പറ്റണം. അതിനെന്തു വേണം? അവളെ വാപ്പനെയും സ്വന്തം വാപ്പയുമ്മയായിട്ട് കാണണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനത്താരാ? നിന്റെ ഭാര്യന്റെ ഉമ്മ. ഇനി എന്റെ ഭാര്യ ഇങ്ങി തൊലാക്ക് ചെല്ലിന്ന് കരുതുക, എന്നാലും ഇനി എന്റെ ഭാര്യന്റെ ഉമ്മനെ കെട്ടാൻ പാടില്ല. എന്റെ ഉമ്മാക്ക് സമ ആ നിലക്ക് ഇങ്ങി ഓളമ്മനെയും വാപ്പനെയും നോക്കണം. ആ നോക്കാൻ വേണ്ടി അവളെ പറഞ്ഞേക്കണം, അവൾക്ക് സഹകരണം കൊടുക്കണം, അവൾക്ക് സഹായം ചെയ്യണം. അത് കണ്ടിട്ട് അവൾക്ക് തോന്നണം, നിങ്ങളമ്മനെയും വാപ്പനെയും ഞാനും നോക്കേണ്ടതാ എന്ന് നോക്കാൻ ചിന്തിക്കുന്ന പാകപ്പെട്ട മനസ്സിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റണം. അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത് എന്റെ വാപ്പനെയും നോക്കാനാ എന്ന ധാരണ ശരിയല്ലെന്ന ഉലമാക്കള് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടൂ. അത് മക്കളാണെങ്കിലും ശരി, മരുമക്കളാണെങ്കിലും ശരി, നല്ല നിലക്ക് സ്നേഹിച്ച് ജീവിച്ചവർക്കൊക്കെ ആ സ്നേഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പോലും സൂചിപ്പിച്ചത്, ഞാൻ എന്റെ ഉമ്മയെക്കാളും സ്നേഹിക്കുന്നത് എന്റെ ഭർത്താവിന്റെ ഉമ്മയെയാ. കാരണം എന്താന്ന് ചോദിച്ചാ, ഒരു മകൻ തന്നെ ആ ഭാര്യനെ പറ്റി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഞാൻ കരുതും അത് എനിക്കും എന്റെ മക്കൾക്കും തിന്നാനാണ്. പക്ഷെ ഒരു 10 ബ്രോസ്റ്റിന്റെ പെട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രോസ്റ്റിന്റെ ഒരു 10 കോഴിക്കഷണെങ്കിൽ 2 ഭാര്യ ആദ്യം മാറ്റിവെക്കും. ഞാൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചിട്ടുണ്ട്, ഇതാർക്കാ മാറ്റിവെക്കുന്നത്? നമ്മൾ 5 ആളില്ലേ, 5 ആൾക്ക് ഒരു കഷ്ണം 2 എടുക്കണം എന്ന് കരുതിയാ പോലും ഇത് തികയൂലടി എന്ന് പറയുമ്പം അവള് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, തൊട്ടപ്പുറത്തെ പറമ്പ് കിടക്കുന്ന വാപ്പക്കും ഉമ്മക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ വാപ്പക്കും ഉമ്മക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ തൊണ്ടേന്ന് അത് ഇറങ്ങൂലട്ടോ. അയാള് കണ്ണീരോടെ പറയുന്നുണ്ട്, ഞാൻ മരിച്ചാൽ എനിക്ക് ഉറപ്പാണ് എന്റെ വാപ്പയമ്മയും സങ്കടപ്പെടൂലാന്ന്. അങ്ങനെ സ്നേഹിക്കുന്ന മരുക്കളുണ്ട്. കാരണം സ്നേഹം കൊടുക്കുന്നിടത്താണ് പലപ്പോഴും അത് തിരിച്ചു കിട്ടുക.